ഹലോ, ആലിപ്പഴം ഹോം മെയ്ഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വലിയൊരു പത്തിരിയാണ്. അതായത് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഇറച്ചിപ്പത്തിരി എന്നും ചൊറപ്പത്തിരി എന്നൊക്കെ പറയുന്ന നല്ലൊരു പത്തിരിയാണ് നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. പത്തിരി ഉണ്ടാക്കാൻ വേണ്ട മാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് അരി കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം സാധാ ചോറ് വെക്കുന്ന പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് പൊന്നിയരി ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ട ഒരു 400 ഗ്രാം ജീരകശാല അരിയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് പച്ചരി ഉപയോഗിച്ച് ഈ പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ടരിയും കൂടി നന്നായി കഴുകിയതിന് ശേഷം ഒരുമിച്ചൊരു പാത്രത്തിലാക്കിയതിന് ശേഷം കുതിർത്ത് വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ആ 4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്ത മാവാണിത്. ഞാൻ ഈ മാവ് അരച്ചെടുക്കുമ്പോൾ സാധാ വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. അതിന് പകരമായിട്ട് മുഴുവനായും തേങ്ങാപ്പാലിൽ നമുക്ക് ഈ മാവ് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയും കട്ടിയൊന്നും ഈ മാവിന് വേണ്ട, നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മാവ് പാകത്തിന് ലൂസാക്കി എടുക്കണം. ഈ തേങ്ങാപ്പാലിന് പകരം ഈ അരി അരയ്ക്കുമ്പോൾ തേങ്ങ ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ അരച്ചെടുക്കട്ടോ. അപ്പോൾ ഈ മാവ് അരി അരച്ചെടുക്കുമ്പോൾ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ലൂസായിരിക്കണം ഈ അരി മാവിന് വേണ്ടത്. ഈ പത്തിരി ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ എല്ലില്ലാത്ത ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ്. അതിനുശേഷം അതിൽ ബീഫിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അരഞ്ഞു പോവാതെ നോക്കണം. ഇതേപോലെ നല്ല തരിതരിപ്പായിട്ട് വേണം ഈ ബീഫ് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ ബീഫ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ച് വെച്ച ബീഫ് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, അല്ലാതെ ഓയിലൊന്നും ഉപയോഗിച്ച് ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം ബീഫ് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലും ബീഫൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പോൾ ഈ ബീഫ് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ഇതും കൂടി ഇട്ട് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ബീഫ് നന്നായിട്ട് ഉണങ്ങി പോവാതെ നോക്കണം. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ ബീഫൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫിന് ഇപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് സവാളയും കൂടി വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതുപോലെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തത്, അല്ലെങ്കിൽ നല്ല പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ടൊരു 5 സവാള ഇതേപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ബീഫിലും മാവ് അരച്ചതിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു 3 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില നമുക്ക് കുറച്ചധികം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് വന്നാൽ ഈ സവാളയൊക്കെ ഒന്നായിട്ട് എല്ലാം കൂടെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാലയുടെ പച്ചമണം മാറി സവാളയൊക്കെ ഒന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി വെച്ച് ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് ബീഫ് ഇതേപോലെ ഡ്രൈ ആക്കിയിട്ടൊന്നും വേണമെന്നില്ല. നമ്മൾ നേരത്തെ മിക്സിയിൽ ചതച്ച് വെച്ചില്ലേ, അതേപോലെ തന്നെ നേരിട്ട് ഈ സവാളയിലോട്ട് ചേർത്ത് കൊടുക്കുക. പക്ഷേ ബീഫ് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് സവാളയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്.
ഇപ്പോൾ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീമർ വെച്ച് കൊടുക്കുക. അടിവശത്തെ ഭാഗത്ത് നന്നായിട്ട് വെള്ളം വെച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം കുറച്ച് അധികം വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പത്തിരി മുഴുവനായി ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളം തികയാതെ വരും. അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു പാത്രം, ഇതേപോലെ പരന്ന പാത്രം, ഇനി കുഴിയുള്ള പാത്രം, ഏത് പാത്രമാണെങ്കിലും വേണ്ടിയില്ല, അങ്ങനത്തെ ഒരു പാത്രത്തിലാണ് നമുക്ക് പത്തിരി ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലാണ് പത്തിരി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതേപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് പത്തിരി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിയോ അടിവശത്ത് കൂടി വെച്ച് കൊടുത്തിട്ട് പൊക്കിയെടുക്കാൻ പറ്റും, ഇങ്ങനെ തട്ട് വെച്ച് കൊടുത്താൽ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ നെയ്യ് ഈ പാത്രത്തിൻ്റെ എല്ലാ വശത്തും ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. നെയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ ഇതേപോലെ ഉപയോഗിക്കാം. പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഓരോ ലെയറിൻ്റെ ഇടയിലും ഇതുപോലെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പത്തിരി ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ മാവ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റ് അടുപ്പ് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ 2 മിനിറ്റിൻ്റെ ശേഷം വീണ്ടും എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നേരിട്ടിട്ട് പിന്നെ ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. നേരെ ഈ മാവ് തന്നെ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒരു ലെയറും കൂടി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് നേരത്തെ മസാലയൊക്കെ ചേർത്ത് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അധികം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചല്ല, കുറച്ച് അധികം ബീഫ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇത് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും വേവണമെന്നൊന്നുമില്ല, നമുക്ക് ലാസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചു വീണ്ടും അതിലോട്ട് ലെയർ വെച്ച് കൊടുക്കുക, മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ വീണ്ടും അടപ്പെടുത്തതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഈ നെയ്യ് എന്തിനാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചാൽ ഈ പത്തിരി ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം മാവ് ഒഴിച്ച് കൊടുത്ത് വീണ്ടും എന്താക്കുക, ബീഫിൻ്റെ കൂട്ടിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഈ മാവ് ഒഴിക്കുന്നതിന് പകരം ഈ മാവ് ഒഴിച്ച പാടെ തന്നെ ബീഫിൻ്റെ കൂട്ടിട്ട് കൊടുത്തിട്ട് അടപ്പ് മൂടി വെക്കുക. വീണ്ടും മാവ് ഒഴിക്കുക, ബീഫിൻ്റെ കൂട്ടിട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് വെന്തതിന് ശേഷം വീണ്ടും മാവ് ഒഴിക്കുക, ബീഫിൻ്റെ കൂട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുക. പക്ഷെ ഞാനിവിടെ ഒരു ലെയറും കൂടി മാവ് അധികം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ലെയറായിട്ട് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മസാല ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യത്തിന് മസാലയൊക്കെ വേണം. അതേപോലെ കുറച്ച് അധികം ഇട്ട് കൊടുത്താലാണ് അപ്പോൾ ഈ പത്തിരിക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഇതിൽ വെള്ളം ഇല്ലാന്ന് കണ്ടത് അപ്പോൾ ഞാൻ ഒഴിക്കുന്ന കണ്ടില്ലേ, ആ കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ സ്റ്റീമറിൻ്റെ അടിയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിൽ വെള്ളമില്ലാത്ത സംശയം ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും ഇതേപോലെ ഈ പാത്രം നിറയുന്നത് പോലെ ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ ജീരകശാല അരിയിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം ഇതിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. സാധാ പച്ചരിയൊക്കെ ഇട്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഓരോ പ്രാവശ്യം മാവ് ഒഴിക്കുമ്പോൾ ഇതേ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എത്തുന്നവരെ ഇതേപോലെ തന്നെ മാവ് ഒഴിക്കുക, മിക്സ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ഇതേപോലത്തെ ഒരു ചൊറപ്പത്തിരി ആയിരുന്നു. അന്ന് ഞാൻ ഈ വീഡിയോക്ക് സൗണ്ട് കൊടുത്തിട്ടല്ലായിരുന്നു ചെയ്തത്. അതേപോലെ അന്ന് നമ്മൾ ചെയ്തത് ചിക്കൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ബീഫ് വെച്ച് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലെ ഭാഗത്തെത്തി. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ചും കൂടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യ് ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 10-15 മിനിറ്റ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പത്തിരി ചൂട് തണിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് ഒരു ഫോർക്കോ കത്തിയോ വെച്ച് അരി കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ അടിവശം കൊണ്ടില്ല, നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പത്തിരി ഇനി നന്നായി ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മുറിച്ചെടുക്കാവൂ. അപ്പോൾ ചൂട് നന്നായി തണിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഈ കത്തിയുടെ അരിവശത്തൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ട് വേവും വേണം, നന്നായിട്ട് ചൂടും തണിയണം. അങ്ങനെ ആയാൽ ഈ പത്തിരി നന്നായി ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചൊറപ്പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്